Hello, it's me, Ajo Dhruva. ഹലോ ആ ശരി ഇപ്പോൾ ഈ കോള് വന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഓർത്തെന്ന ഇപ്പോൾ കോള് വന്നതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇപ്പോൾ ഒരു സുഹൃത്താണ് വിളിച്ചത്. പുള്ളിയുടെ ഒരു സംശയം, പുതിയ ക്യാമറ വാങ്ങിക്കണോ, പുള്ളിക്കൊരു പുതിയ ക്യാമറ വാങ്ങിക്കണോ അതോ പഴയ സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങിക്കണോ എന്ന് പുള്ളി ഇപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു. ഒരു വലിയ ചോദ്യമാണ്, നമ്മളൊരു പുതിയ ക്യാമറ വാങ്ങിക്കണോ പഴയ ക്യാമറ വാങ്ങിക്കണോ. ഞാൻ ആദ്യം തന്നെ പറയാം, ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പുതിയ ക്യാമറ വാങ്ങിക്കണോ പഴയ ക്യാമറ വാങ്ങിക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നാൽ അതിനെക്കുറിച്ച് അങ്ങ് സംസാരിച്ചേക്കാം. മെയിൻലി 3 കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആളുകൾ ക്യാമറ മാറാനായിട്ടുള്ള കാരണമായിട്ട് ഞാൻ കാണുന്നത്, സെക്കൻഡായിട്ട് കൊടുക്കാനായിട്ടുള്ള കാരണമായിട്ട് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ക്യാമറയിൽ നിന്ന് മറ്റൊരു ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ആളുകൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറ വിൽക്കാറുണ്ട്. അപ്പം അതായത് ഒരു ക്യാമറ നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വരികയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഇച്ചിരിയും കൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു മോഡലിലേക്ക് നമുക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ആളുകൾ ഫോട്ടോഗ്രാഫർമാർ ക്യാമറ മാറാറുണ്ട്. രണ്ടാമതായിട്ട് ക്യാമറ ആളുകൾ വിൽക്കാനായിട്ടുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയിടം, ക്യാമറയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ താഴെ പോയൊക്കെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞേച്ച് ആ കംപ്ലൈൻറ്റുകൾ നമ്മൾ തീർത്ത് കഴിഞ്ഞിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റിസൾട്ടൊന്നും വരാതെ വരികയാണെങ്കിൽ ആളുകൾ രണ്ടാമതായിട്ട് ക്യാമറ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ക്യാമറ മാറാനായിട്ട് ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രവണത, നമ്മൾ ഒരു ഫോട്ടോഗ്രാഫി ഒരു പാഷനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കും. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ മറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ക്യാമറ ഇരുന്ന് പോകുമ്പോഴത്തേക്കും നമുക്കതെന്നാൽ കൊടുത്തേക്കാമെന്ന് കരുതി മൂന്നാമത് ചില ആളുകൾ ക്യാമറ മാറാറുണ്ട്. ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ട് ക്യാമറകൾ മാറുന്നത്. ഇനി ആദ്യത്തെ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറയും. ഒന്നാമത്തെ ഇത് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ, നിങ്ങൾക്കറിയാം, ശരാശരി ഒരു കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫർ ഒരു മിനിമം 1500-2000 ഫോട്ടോസ് വരെയൊക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫർമാരുണ്ട്. സോ ഇത് ഉപയോഗിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഷട്ടർ കൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമറ ഒരു വർഷത്തോളമൊക്കെ ഒരു ഫോട്ടോഗ്രാഫർ ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കപ്പം മനസ്സിലാകും എത്ര ക്ലിക്കുകളൊക്കെ നല്ലതായിട്ട് വർക്കുള്ള ഒരു ഫോട്ടോഗ്രാഫർ എത്രമാത്രം ക്ലിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ അവർ ഒരു വർഷത്തേക്കൊക്കെ ആയിരിക്കും അവരുടെ ഒരു ടാർഗറ്റ്. അത് കഴിയുമ്പോഴത്തേക്ക് അവർ നെക്സ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സെക്കൻഡായിട്ട് കൊടുക്കും. ഞാൻ ഈ സെക്കൻഡ് ക്യാമറ വാങ്ങിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയൊന്നുമല്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ കുറച്ച് ഫാക്റ്റുകൾ പറയുന്നെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ യൂസേജ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ക്യാമറ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം നോക്കി വാങ്ങിക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇച്ചിരിയും കൂടി എക്സ്പ്ലെയിൻ ആയിട്ട് പറയാം. ക്യാമറകൾക്ക് ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് വരാം, പിന്നെ അതിൻ്റെ പാർട്സിനൊക്കെ ചിലപ്പം കംപ്ലൈൻ്റ് ഒക്കെ വരാം. പക്ഷേ നമ്മൾ എത്ര എഴുതിയാലും കമ്പനിയിൽ നിന്ന് പെർഫെക്റ്റായിട്ട് വരുന്ന ഒരു ക്യാമറയുടെ ഒരു ഫിനിഷിംഗ് ഒന്നും ചിലപ്പം ഒരു പക്ഷേ നമുക്ക് സർവീസിനൊന്നും കിട്ടത്തില്ല. അങ്ങനെ വരുന്ന ഒരു ക്യാമറ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ക്യാമറ എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ടും പ്രധാനമായിട്ട് ഉള്ളത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയൊരു പ്രവണത എന്ന് പറയുന്നത്, പുതിയ ക്യാമറകളുടെക്കാളും ഒരു 20 മുതൽ 25% വരെയൊക്കെ ഉള്ളൂ ഈ ക്യാമറകൾക്ക് വില കുറഞ്ഞിട്ട് നമ്മുടെ ഈ ഷോപ്പുകൾ, സെക്കൻഡ് ക്യാമറകൾ വിൽക്കുന്ന ഷോപ്പുകൾ വിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. MRP റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നുള്ളതാണ്. അപ്പം മാക്സിമം റീറ്റെയിലായിട്ട് വിൽക്കാൻ പറ്റുന്ന പ്രൈസാണ് അത് എഴുതുന്നത്. പലപ്പോഴും ഈ യൂട്യൂബിലൊക്കെ ഇതിനെ പ്രൊമോട്ടേഴ്സൊക്കെ കാണിക്കുന്നത് MRP കവറയിലുള്ള MRP റേറ്റിലാണ് ക്യാമറ വിൽക്കുന്നത്. ഇപ്പം 2 ലക്ഷം രൂപയുടെ MRP ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പരിചയമുള്ള ഒരു കടയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഓഫറുകളൊക്കെ കിട്ടും. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്കല്ല, അത് കുറഞ്ഞ പ്രൈസിനൊക്കെ നമുക്ക് ക്യാമറ അവൈലബിൾ ആണ്, നമുക്ക് പുതിയ ക്യാമറ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുകയാണെങ്കിൽ, ഈ 2 ലക്ഷം രൂപയുടെയൊക്കെ ഒരു ക്യാമറ നമുക്ക് 1 ലക്ഷം രൂപയോ അതിൽ താഴെയോ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങളത് വാങ്ങിക്കാൻ ശ്രമിക്കാവുള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ക്യാമറകൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും.
വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷം 1,50,000 രൂപയ്ക്ക് 1,75,000 രൂപയ്ക്കൊക്കെ ഈ 2 ലക്ഷം രൂപയുടെ ക്യാമറ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ക്യാമറയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാറി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സർവീസ് ചാർജൊക്കെ വളരെ വലിയ സർവീസ് ചാർജൊക്കെ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പേഴ്സണൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെക്കൻഡ് ക്യാമറ എടുക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള എൻ്റെ ഒരു അഭിപ്രായം. മൂന്നാമതായിട്ട് നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സൊക്കെ 5,000 രൂപ മുതൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ 5,000 രൂപയുടെ ക്യാമറ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടീഷൻ പോലും ഉള്ള ക്യാമറ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് പ്രൈസുള്ള ക്യാമറയൊക്കെ ആയിരിക്കും അവർ സെല്ല് ചെയ്യുന്നത്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല പ്രൈസ് വ്യത്യാസം, അതായത് പുതിയ ക്യാമറയേക്കാൾ നല്ല പ്രൈസ് വ്യത്യാസം സെക്കൻഡ് ക്യാമറകൾക്കുണ്ടെങ്കിൽ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് ക്യാമറകളുടെ വേറൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, പലപ്പോഴും വാറണ്ടി പീരീഡൊക്കെ കഴിഞ്ഞിരിക്കും, പക്ഷേ ഈ സെക്കൻഡ് ക്യാമറകൾ സെല്ല് ചെയ്യുന്ന കടകളുണ്ട്. അവർ സെക്കൻഡ് ക്യാമറയ്ക്ക് അവരുടെ ഷോപ്പ് വാറണ്ടി എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുക്കും. അത് 10 ഡേയ്സ് മുതൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 10 ഡേയ്സ് മുതൽ 30 ഡേയ്സ് വരെയൊക്കെ ഉള്ളൂ നമുക്കതിനെ കിട്ടുള്ളൂ, ഷോപ്പ് വാറണ്ടി കിട്ടുകയുള്ളൂ. സോ അത് എത്രമാത്രം സക്സസ് ആണെന്ന്, ഇപ്പോൾ ഈ ഒരു മാസത്തേക്കല്ല 10 ദിവസം കഴിഞ്ഞേച്ച് നമ്മുടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സെക്കൻഡ് ക്യാമറ എടുക്കാൻ മുടക്കിയ പൈസയും പിന്നെ അതിൻ്റെ സർവീസ് ചാർജും എല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ പുതിയ ക്യാമറ തന്നെ എടുക്കുന്നതായിരിക്കും എനിക്കാണ്. പിന്നെ ഈ ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് മിക്കവാറും തന്നെ ഈ ഷോപ്പുകളിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ നിങ്ങളോട് പറയും സെക്കൻഡ് ക്യാമറ എടുത്തു, അതാണ് ഭയങ്കര ഓഫർ, ഭയങ്കര ഇതാണെന്ന്. പക്ഷേ ടു ബി ഫ്രാങ്ക്, എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, നിങ്ങളെ പറ്റുമെങ്കിൽ പുതിയ ക്യാമറ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി ഈ ഒരു ക്യാമറ നമ്മൾ എടുത്തു കഴിഞ്ഞ് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് അപ്ഗ്രേഡ് വരാനായിട്ട്, അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നെക്സ്റ്റ് അപ്ഗ്രേഡ് വന്നു, അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നെക്സ്റ്റ് അപ്ഗ്രേഡ് വന്നു എങ്കിലും നമ്മൾ പുതിയൊരു ക്യാമറയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 1.5 വർഷം 2 വർഷത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് ആ മാക്സിമം നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മാക്സിമം നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഊരിയെടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം വേറൊന്ന്, നിങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും, അതായത് സെക്കൻഡ് ക്യാമറകളുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾ ക്യാമറ വാങ്ങിക്കുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സെക്കൻഡ് ക്യാമറകൾ ആളുകളിൽ നിന്ന്, ഒരു പാർട്ടിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും റേറ്റ് കൂടുതലുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഒരു ഷോപ്പും അവർക്ക് പ്രോഫിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സെല്ല് ചെയ്യുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളുടെ നിന്ന്, നിങ്ങൾക്കറിയാവുന്നവരുടെ നിന്ന് നിങ്ങൾ അങ്ങനെ ഒരു സെക്കൻഡ് ക്യാമറ മേടിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ക്യാമറയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലെൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു അഭിപ്രായമില്ല, സെക്കൻഡ് നമ്മൾ വാങ്ങിക്കുന്നതിലും പ്രശ്നമില്ല. എങ്കിലും പിന്നെ അതിൻ്റെ യൂസേജും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കണം. പിന്നെ ഫംഗസ് ഉണ്ടോ അതിൻ്റെ, അതുപോലെ തന്നെ അത് സർവീസ് ചെയ്തതിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ടോട്ടലി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, അതെൻ്റെ പേഴ്സണലാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ പുതിയ ക്യാമറ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സും പരസ്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ ട്രാക്ക് വീടരുത്. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മളൊരു ഫീൽഡിലേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സോ കെയർഫുള്ളായിരിക്കുക. അപ്പം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. ഈ MRP റേറ്റിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും അങ്ങനെ ഈ MRP റേറ്റ് അതായത് ക്യാമറയുടെ കവറിൽ വരുന്ന റേറ്റ് അല്ല, അതിലും കുറച്ച് റേറ്റിലൊക്കെ നിങ്ങൾക്ക് ക്യാമറ വാങ്ങിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് അവരുടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നല്ല ഡീലേഴ്സിനെ ഞാൻ ലീഡ് തരാം. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ MRP റേറ്റിനേക്കാട്ടും ഒക്കെ കുറച്ച് റേറ്റിൽ നിങ്ങൾക്ക് ക്യാമറ വാങ്ങിക്കാൻ പറ്റും. അതിന് നല്ല ഡീലേഴ്സിനെ ഞാൻ ലീഡ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരാം. സോ ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. വിമർശനമാണേലും അയയ്ക്കുക. ഞാൻ പറ്റുന്നതിനൊക്കെ തന്നെ മറുപടി നൽകുന്നുമുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ ധ്രുവ, സൈൻ ഓഫ്.